രാവിലെ തന്നെ ഊബർ വിളിച്ചു, ക്ലാസ്സിന് പോയി. ക്ലാസ്സിൻ്റെ അടുക്ക് കുറേ നോട്ടൊക്കെ എഴുതി. പിന്നെ രാവിലെ ഒന്നും തിന്നാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ചു. ഇന്ന് ഡേ 8 ആണ്. അപ്പോൾ ഇന്നലെ ഡേ 7 വല്ലാത്ത ബാഡ് ദിവസമായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ ഹോസ്റ്റൽ വാർഡനുമായിട്ട് ഫുൾ ക്ലാഷ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പി ജി തന്നെ മാറില്ലേ, പി ജി തന്നെ മാറി നിൽക്കലേ വേറെ പോലെ. അവിടെ നിൽക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല, അതുകൊണ്ട് നമ്മൾ പി ജി തന്നെ മാറില്ലേ. ഇപ്പോൾ വാർഡൻ എന്ന് പറഞ്ഞാൽ വാർഡൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് എല്ലാവരും ട്രിഗറാക്കുന്ന ലൈക്ക് അങ്ങനെ ഒരു സംസാരവും എത്ര ചൂടാവില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ കൊണ്ട് ചൂടാക്കിപ്പിക്കുന്ന ലൈക്ക് അങ്ങനെ ഒരു സംസാരം, അങ്ങനെ ഒരു പെരുമാറ്റം. അപ്പം സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് പോയി. എന്തെല്ലോ പറഞ്ഞു, എന്തെല്ലോ ആയി, നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതാണ് ഈ പി ജിത്തെ ലാസ്റ്റ് ഡേ. സിറ്റുവേഷൻ ഭയങ്കര ബാഡായതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ വേറെ പി ജി നോക്കാൻ വന്നിട്ട് കിട്ടാം. നമ്മൾ ഉണ്ടായ പി ജിന്ന് കുറച്ചപ്പുറത്ത് ചെങ്ങായിമാരെല്ലാം നിൽക്കുന്ന വേറെ പി ജി ഉണ്ട് കിട്ടാം. അവിടുത്തെ വാടന്മാരെല്ലാം നൈസാണ്, പൂവിട്ട് പൂജിക്കണവരാന്നെല്ലാം പറയുന്ന കേട്ടിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് ഇങ്ങോട്ടേക്ക് മാറിയേക്കാം. അങ്ങനെ ഒരു വൈകുന്നേരമായപ്പോൾ നമ്മൾ സാധനമെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ അവരെ പി ജിയിലേക്ക് പോക്കായിട്ടാണ്. ഇതാണ് കേട്ടോ പുതിയ പി ജി. അവിടെ ബാഗെല്ലാം വെച്ചിട്ട് പേപ്പർ വർക്കും സെറ്റാക്കിയിട്ട് പൈസ എല്ലാം എടുത്ത് കൊടുത്തിട്ടാണ് നമ്മ. അത് കഴിഞ്ഞ് നേരെ കട്ടനും പുട്ടിലും പോയി ഓരോ ചായയും കടിയും കഴിച്ചുവിടാൻ നമ്മ. എടുത്ത് ഉഴുന്നോടെ നൈസാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നേരെ പി ജിയിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ കയറാൻ നിന്ന റൂം തൽക്കാലം ഫ്രീ അല്ലാത്തതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ഇവരെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ടി വിയിലൊരു പടലിട്ട് അതും കണ്ട് കുറച്ച് നേരം എൻജോയ് ആക്കിയിട്ടാണ് നമ്മ. അപ്പോൾ ബാക്കി നാളെ